എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഗ്രാഫ്റ്റിങ്ങിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് സ്പിരിറ്റ് എടുത്തിട്ട് കുറച്ച് പഞ്ഞിയിലിട്ടിട്ട് എൻ്റെ കത്തി ആദ്യം ഒന്ന് ഡിസിൻഫെക്റ്റ് ചെയ്യാൻ പോകണം. ആ കത്തി നല്ലോണം സ്പിരിറ്റ് വെച്ച് നന്നായിട്ട് തുടയ്ക്കുകയാണ്. ഇപ്പോൾ അത് കഴിഞ്ഞാൽ അവിടെ ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ച ബ്ലേഡുണ്ട് ഗ്രാഫ്റ്റിങ്, അത് ഒന്ന് ഇത് വെച്ച് തുടച്ചു, സ്പിരിറ്റ് വെച്ച്. ഇനിയിപ്പോൾ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്ന റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്ന മാവിൻ്റെ തൈ, അതിൻ്റെ തണ്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്ന ഭാഗം സ്പിരിറ്റ് വെച്ച് തുടച്ച് വൃത്തിയാക്കണം. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും രോഗാണുക്കൾ, വല്ല ബാക്ടീരിയ ഫംഗസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതൊക്കെ പോകാൻ വേണ്ടിയാണ്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളയാണ്. ആ ബ്ലേഡ് വെച്ച് അത് കട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആ കട്ട് ചെയ്ത എഡ്ജ് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാം. ഇനി അതേ ബ്ലേഡ് കൊണ്ട് തന്നെ അതിനെ ഏകദേശം 1 ഇഞ്ച് ആഴത്തിൽ നടുക താഴോട്ട് മുറിക്കുകയാണ്. 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് വരെ പോകാം. അല്ലെങ്കിൽ ആ ബ്ലേഡിൻ്റെ വീതി ഏകദേശം ബ്ലേഡ്, ആ ഫുള്ള് ബ്ലേഡ് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റായി ലെങ്ത്ത്. കൂടിയോണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ അത് മതി. ഇനി നമ്മൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സിയോൺ ഒട്ടിക്കാൻ പോകുന്ന, ഞാൻ മൽഗോവ മാവിൻ്റെ ബ്രാഞ്ചാണ്, 2-3 ബ്രാഞ്ച് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് അതിലേറ്റവും കറക്റ്റ് മാച്ചിങ്, വണ്ണം കറക്റ്റ് മാച്ച് ചെയ്യുന്ന പീസ് ഏതാണ് അത് നോക്കിയെടുക്കണം. അത് കറക്റ്റ് എത്രയും പെർഫെക്റ്റ് മാച്ചിങ് ആണോ അത്രയും എളുപ്പം അത് പിടിക്കും. അപ്പോൾ അതിൽ ഒരെണ്ണം കിട്ടി. 2-3 ബ്രാഞ്ച് അവിടെ ഉണ്ട്, അതിൽ നിന്ന് ഒന്നാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത്. ഇനി നമ്മൾ നേരത്തെ മുറിച്ച സ്ഥലത്തേക്ക് അതിൻ്റെ ഉള്ളിലേക്ക്, അതായത് റൂട്ട് സ്റ്റോക്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാൻ പാകത്തിന് സെയോണിൻ്റെ അറ്റം നമ്മൾ ബ്ലേഡ് കൊണ്ട് സ്മൂത്തായിട്ട് കട്ട് ചെയ്യണം. ഷാർപ്പ് എഡ്ജാക്കി കൂർപ്പിച്ചെടുക്കുകയാണ്. കൂർപ്പിച്ചെടുത്തിട്ട് വേണം, 2 സൈഡ് മാത്രമേ ചെത്തുള്ളൂ. അപ്പോൾ പരന്ന് കൂർത്ത് കിട്ടും നമുക്ക്. ആ 2 സൈഡും ചെത്തി കറക്റ്റായിട്ട് ചെത്തി വളരെ ഈവനായിട്ട് സ്മൂത്തായിട്ട് ചെത്തിയിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാൻ പോകണം. നമ്മൾ നേരത്തെ ഇതിൽ റൂട്ട് സ്റ്റോക്കിൽ ഒരു മുറിവുണ്ടാക്കിയിട്ടുണ്ട്, ആ മുറിവിലേക്ക് ഇത് ഇറക്കി വയ്ക്കുകയാണ്. അത് കറക്റ്റായിട്ട് ഇറക്കി വെച്ച് 2 സൈഡും നോക്കണം. അതിൻ്റെ കാമ്പിയം ലെയേഴ്സ്, രണ്ടിൻ്റെയും തൊലികൾ തമ്മിൽ കറക്റ്റായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ടോ, കൂട്ടിമുട്ടുന്നുണ്ടോ എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അത് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഇനി നാട ചുറ്റാൻ പോകുന്നത്. നാട ഞാൻ നല്ല കവറുകൾ വാങ്ങി വെട്ടി ഉണ്ടാക്കുന്ന നാടയാണത്. നാട വാങ്ങാനും കിട്ടും, പലതരം ടേപ്പുകൾ വാങ്ങാൻ കിട്ടും മാർക്കറ്റിൽ. ഗ്രാഫ്റ്റിംഗ് ടേപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നല്ല ഫുഡ് പാക്കിങ്ങിൻ്റെ ഉറകൾ വാങ്ങിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ബേക്കറികളിൽ കിട്ടുന്ന ഉറയാണത്. അത് വാങ്ങി അതിന് കട്ട് ചെയ്ത് നാടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം നാട ചുറ്റൽ കഴിഞ്ഞു. ഇനി നാട ചുറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്ത പ്രോസസ്സ് കവറിടലാണ്. ആ കവർ ഇടുന്നതിന് മുമ്പ്, നമ്മളിതൊന്ന് കെട്ടി ഉറപ്പിക്കാൻ പോവാണ്. അതായത് നമ്മൾ ആ 2 മരങ്ങൾ, 2 ചെടികൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗം, നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം നമ്മൾ നാട കൊണ്ട് ചുറ്റെങ്കിലും അത് ടൈറ്റ് പോരാ. അപ്പം ഞാൻ ഒന്നുകൂടി നല്ല ടൈറ്റിൽ അവരെന്ത് കോണ്ടാക്റ്റിലിരിക്കാൻ വേണ്ടി ഒന്നുകൂടി ഒരു ചരട് വെച്ച് കെട്ടാണ്. ഇനി കവറിടാണ്. ഈ കവർ ഇടുന്നതിന് മുമ്പേ ആ കവറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കുലുക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളത്തുള്ളികളുണ്ടാവും. അപ്പോൾ ഈർപ്പം നിലനിൽക്കും. ഈർപ്പം നിലനിൽക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈർപ്പമുള്ളൊരു അന്തരീക്ഷം അവർക്ക് വേണം, എന്നാലേ പെട്ടെന്ന് അതിൽ നിന്ന് പുതിയ ശാഖകൾ വരുള്ളൂ. 2 പേരും ജോയിൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ബ്രാഞ്ചസ് വരും, പുതിയ മുകുളങ്ങൾ പൊട്ടി വരാൻ തുടങ്ങും. അതിന് ഈർപ്പമുള്ള ഒരു അന്തരീക്ഷം കവറിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. 2 ഭാഗങ്ങൾ തമ്മിൽ യോജിക്കാൻ 72 മണിക്കൂറാണ് വേണ്ടത്. അതിനുശേഷം അടിഭാഗം ചുരുക്കി കെട്ടി. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.